ദ ഇമേജ് ഫോർമേഷൻ ഇൻ എ പ്ലെയിൻ മിറർ. എന്തൊക്കെയായിരിക്കും ഒരു പ്ലെയിൻ മിററിൽ ഉണ്ടാകുന്ന ഇമേജിന്റെ പ്രത്യേകതകൾ? അലൻ വന്നോ ഇന്ന്? അലൻ സണ്ണി ഉണ്ട് സാർ. അലൻ പറഞ്ഞ് പ്ലെയിൻ മിററിലെ ഇമേജിന്റെ പ്രത്യേകതകൾ. എന്തൊക്കെ പ്രത്യേകതയാ? അനീന. ഇറക്റ്റ് ആയിരിക്കും, സെയിം സൈസ് ആയിരിക്കും, വിർച്വൽ ആയിരിക്കും. അപ്പം പിന്നെ ഒബ്ജക്റ്റ് ടു ദ മിറർ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും മിറർ ടു ഇമേജ്, ബട്ട് ദെയർ ഈസ് എ ലാറ്ററൽ ഷിഫ്റ്റ് ഈസ് ഓക്കെ. ഇത്രയാണ് പ്ലെയിൻ മിററിനെ കുറിച്ച് പറഞ്ഞത്. ഇനി അവിടെ ഒരു പർട്ടിക്കുലർ ആംഗിൾ വ്യത്യാസത്തിലാണ് നമ്മൾ ഈ മിറർ വെച്ചിരിക്കുന്നതെങ്കിൽ n നമ്പർ ഓഫ് ഇമേജ് ഉണ്ടാകും. ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ ആംഗിൾ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ മിറേഴ്സ് -1. അപ്പൊ രണ്ട് മിററുകൾ 90 ഡിഗ്രിയിൽ വെച്ച് കഴിഞ്ഞാൽ എത്ര ഇമേജ് ഉണ്ടാകും? n ഈക്വൽ ടു 360 ബൈ 90 -1. 9 4 36. 4 - 1 3 images are formed. ഇവിടം വരെ പറഞ്ഞതാണ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ. കോൺകേവ് ആൻഡ് കോൺവെക്സ് മിറർ നന്നായിട്ട് പഠിക്കണം. അതിനാ വെച്ചാല് അതുപോലെ ഇതിനകത്ത് ഞാൻ പറയുന്ന ഇക്വേഷൻസ് ഒക്കെ ഒരു A4 പേപ്പർ എഴുതി സൂക്ഷിച്ചു കഴിയുമ്പോൾ ലെൻസ് നമ്മൾ പഠിക്കും. ലെൻസ് ഇതിന്റെ എല്ലാ ഇക്വേഷൻസും അവിടെയുണ്ട്. ഇതുപോലെ തന്നെ പടം വരയ്ക്കാനും എല്ലാം ഉണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂടിത്തിരിഞ്ഞ് മറന്നു പോകല്ല. അല്ലെങ്കിൽ ലെൻസ് ചോദിച്ചാൽ മിററോ, മിറർ ചോദിച്ചാൽ ലെൻസോ അങ്ങനെ എഴുതുന്ന അവസ്ഥയാകില്ല പരീക്ഷ. സോ സാധിക്കുന്നെങ്കിൽ എപ്പോഴേലും പിന്നീട് സമയമുണ്ടെങ്കിൽ ക്ലാസ്സുകൾ ഒന്നോടെ വീഡിയോ കൂടിക്കൊള്ളുക. Now we are going to discuss concave and convex mirrors. അപ്പൊ നമുക്കറിയാം പ്ലെയിൻ മിറർ അല്ല, ഇതൊരു സ്പെറിക്കൽ പാർട്ട് അല്ലെങ്കിൽ ഒരു സ്പിയർ ഉണ്ടെന്ന്. ഒരു സ്പിയർ ഉണ്ടോ? ഇത് നമ്മുടെ ഒരു സ്പിയർ. ഈ സ്പിയറിന്റെ ഇവിടെ ഞാൻ കുറച്ച് പാർട്ട് അങ്ങോട്ട് മായ്ച്ചു കളഞ്ഞു. ഇവിടം മുതൽ ഇവിടം വരെ ഇത്രയും ഭാഗം. അതുപോലെ തന്നെ ഇതിന്റെ ഈ വശത്തു നിന്ന് ഞാൻ കുറച്ച് പാർട്ടങ്ങ് മായ്ച്ചു കളഞ്ഞു. അപ്പൊ ഇത് എന്നായിരുന്നു? ആദ്യം ഒരു സ്പിയർ ആയിരുന്നു അല്ലേ? ഇവിടെ സെൻറ്റർ ആയിട്ടുള്ള ഒരു സ്പിയർ ആയിരുന്നു ഇത്. ഇനി ഇതിന്റെ ഈ വശം ഞാൻ ഒപ്പേക്കാക്കി മാറ്റി, അല്ലെ എന്ത് സിൽവർ കൊണ്ടോ മറ്റോ പെയിന്റ് ചെയ്തു. അപ്പൊ ഈ വശമാണ് റിഫ്ലക്റ്റിംഗ് സർഫസ്. അപ്പൊ റിഫ്ലക്റ്റിംഗ് സർഫസ് പുറത്തേക്ക് ബൾജ് ചെയ്തിരിക്കുന്ന ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺവെക്സ് മിറർ. ബട്ട് ഹിയർ ബൾജ്ഡ് വശമായിരിക്കും റിപ്പൾഷൻ തരുന്നത് അല്ലെങ്കിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വശമായിരിക്കും ഒപ്പേക്കായിട്ട് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ദിസ് ഈസ് കോൾഡ് കോൺകേവ് മിറർ. ദിസ് ഈസ് കോൺകേവ് മിറർ, ദിസ് ഈസ് കോൺവെക്സ് മിറർ. ഇനി ഇതിന് നടുക്കോടെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുകയാണ്. ഇത് ഇങ്ങനെ ഈ സെന്റർ ഓഫ് കർവേച്ചറിലൂടെ കടന്നു പോകുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ വരച്ചാൽ ആ ലൈനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ആക്സിസ്. ഈ പോയിന്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് സി, ഓർ വേറെ ലെറ്റർ കൊണ്ടും കളർ കൊണ്ട് എഴുതാം, എല്ലാവരും കുഴഞ്ഞു. സി ഓർ സെന്റർ ഓഫ് കർവേച്ചർ. ഏത് സ്പിയറിന്റെ പാർട്ടായിരുന്നോ ആ മിറർ, അതിന്റെ സെന്റർ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് സെന്റർ ഓഫ് കർവേച്ചർ. ഇനി നമ്മള്
ഈ കോൺകേവ് ആണെങ്കിലും കോൺവെക്സ് മിറർ ആണെങ്കിലും അതിനെ ഇപ്പൊ ഒരു നോക്കി ഇവിടുന്ന് വന്ന് ലൈറ്റ് ചെയ്യണ ഇവിടെ ഇടിച്ചിങ്ങനെ റിഫ്ലക്ട് ചെയ്യും അല്ലേ? അതുപോലെ ഇവിടെയാണെങ്കിൽ ഇവിടെ വന്ന് ഇടിച്ച് ഇവിടെ വന്ന് ലൈറ്റ് ഇടിച്ച് ഇവിടുന്ന് തിരിച്ച് റിഫ്ലക്ട് ചെയ്യും. ഇവിടെ ഒരു പോയിന്റിലേക്ക് ഇതെല്ലാം കൂടെ വന്നടുക്കുക ചെയ്യുന്നത് എന്ന് പറഞ്ഞാല് ഇവിടുന്ന് ഇങ്ങനെ നമ്മളൊരു പോയിന്റ് വരച്ചാല് ഇതേ വന്ന് ഇടിച്ചിട്ട് ഇവിടെ അകന്നു പോകും. സോറി, ഇവിടെ ഇങ്ങനെ ഇടിച്ചിട്ട് ഇങ്ങനെ അകന്നു പോകും. അപ്പൊ നമ്മൾ ഈ വന്നെ ഒരു ലൈനെ വരച്ചാല് ഇത് ഏതോ ഒരു പോയിന്റിൽ നിന്ന് അകന്നു പോകുന്നതായിട്ട് തോന്നും. ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് എഫ് ഓഫ് പ്രിൻസിപ്പൽ ഫോക്കസ്. ഇവിടെ കോൺകേവ് മിററിന്റെ ആണെങ്കിൽ ഇതുപോലെ തന്നെ ഒരു ലൈറ്റ് റേ ഉണ്ട്, ഇവിടെ വന്ന് ഇടിക്കും. പക്ഷെ ഇവിടെ ഇടിച്ചിട്ട് ഇത് നടുക്കോട്ടാണ് ബെൻഡ് ചെയ്യുന്നത്, ഇതിലേ കടന്നു വരും. അപ്പൊ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വന്ന് ഇടിച്ചിട്ട് ഒരു പോയിന്റിലൂടെ കടന്നു വരും. ഇവിടുന്ന് ഒരു റേ ഉണ്ടെങ്കിലും ഇടിച്ച് ഇതിനകത്തോടെ കടന്നു വരും. അപ്പൊ ഇതാണ് കോൺകേവ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസ്. ഇനി ഈ ഒരു പോയിന്റിനെ ഞാൻ രണ്ടിനും കോമൺ ആയിട്ട് പോൾ എന്ന് വിളിച്ചു. പി പോൾ. ഇത് ഇതിന്റെ സെന്റർ, ലെൻസിന്റെ സെന്ററിനെ പോൾ എന്ന് വിളിക്കും. ഈ പ്രിൻസിപ്പൽ ഫോക്കസിനെ ക്യാപിറ്റൽ എഫ് കൊണ്ട് എഴുതും. ഇവിടെ നമ്മൾ എഴുതിയായിരുന്നു, ഇവിടെ എഴുതിയേക്കാം. ഈ പോള് മുതല് ഫോക്കസ് വരെയുള്ള ദൂരത്തിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ഫോക്കൽ ലെങ്ത്. ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു പ്രിൻസിപ്പൽ ഫോക്കസ്. പ്രിൻസിപ്പൽ ഫോക്കസ് നമ്മൾ എഴുതുന്നത് ക്യാപിറ്റൽ എഫ്, പക്ഷെ ഫോക്കൽ ലെങ്ത് എഴുതുന്നത് സ്മോൾ എഫ്. ഫോക്കൽ ലെങ്ത് ഓർ സ്മോൾ എഫ്. ഇതിന്റെ കേസിലാണെങ്കിലും ഇതിന്റെ കേസിലാണെങ്കിലും ആ ദൂരം തന്നെ. ഇനി റിലേഷൻ എന്താണെന്ന് ചോദിച്ചാല് പി മുതൽ സി വരെയുള്ള ദൂരം അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആർ ഓർ റേഡിയസ് ഓഫ് കർവേച്ചർ. ആറ് റേഡിയസ് ഓഫ് കർവേച്ചർ, സി സെന്റർ ഓഫ് കർവേച്ചർ. അപ്പൊ ആർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആർ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം പോൾ ടു സെന്റർ ഓഫ് കർവേച്ചർ. അല്ലെങ്കിൽ സി വരെയുള്ളത്. ഇനി റിലേഷൻ ഇതാണ്. എപ്പോഴും ഇതാണെങ്കിൽ ഈ എഫിന്റെ ഇരട്ടി ആയിരിക്കും ആർ. ഇങ്ങോട്ടാണെങ്കിൽ ഇത്ര എഫ് ആണെങ്കിൽ ഇതായിരിക്കും ആർ. എപ്പോഴും എങ്ങനെയായിരിക്കും? ആർ ഈസ് ഈക്വൽ ടു 2 ടൈംസ് ഓഫ് ഫോക്കൽ ലെങ്ത് ആയിരിക്കും. ആർ ഈസ് ഈക്വൽ ടു 2. ഇതാണ് ഇത്രയും കാര്യം ഞാൻ ഒരുമിച്ച് അങ്ങ് പറഞ്ഞോളൂ. ഇത്രയും ഫണ്ടമെന്റലി നമ്മൾ അറിയണം ഒരു ലെൻസിനെ കുറിച്ച്. ഇത് സെപ്പറേറ്റ് ആയിട്ട് നിങ്ങൾ ഓരോന്നും വരയ്ക്കണം. ഇത് മാത്രം വരച്ച് കോൺവെക്സ്, അപ്പൊ ഇവിടെ വന്ന് ഇടിച്ചിട്ട് അകന്നു പോകുന്നു. അതുകൊണ്ടൊരു കോൺവെക്സ് ലെൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡൈവേർജിങ് ലെൻസ്. സോറി, ലെൻസ് അല്ല, മിറർ. ഡൈവേർജിങ് മിറർ. ഇതാ ഞാൻ പറഞ്ഞ തെറ്റിപ്പോകാം. ലെൻസും മിററും നമ്മി പഠിച്ചു വരാം. നിങ്ങൾ ഉടനെ ഇപ്പൊ പഠിച്ചിട്ടുള്ളൂ, അതുകൊണ്ട് നിങ്ങൾക്ക് കുഴപ്പമില്ല. ഇതെല്ലാം കൂടെ ഒരു പോയിന്റിലേക്ക് കൺവേർജ് ചെയ്യുവാണ്. അപ്പൊ ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺകേവ് മിറർ ഓർ കൺവേർജിങ് മിറർ. These are the basic fundamental that's regarding to a convex and concave mirror. കോൺകേവ് മിററിന്റെ ഫോക്കസ് ആണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇവിടെ ഒരു പോയിന്റ് കുത്തിക്കൊണ്ട് ഇപ്പൊ 4 സെന്റിമീറ്റർ ഇങ്ങനെ കോമ്പസ് വരയ്ക്കുകയാണെങ്കിൽ അതിന് 2 സെന്റിമീറ്റർ ആക്കി ഇവിടെ കുത്തിക്കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എഫും വരയ്ക്കാം, സിയും വരയ്ക്കാം. അതിലൂടെ കടന്നു പോകുന്ന ഒരു പ്രിൻസിപ്പൽ ആക്സിസ് ആണ്. അപ്പം ഇതാണ് അതിന്റെ സി, ഇതാണ് അതിന്റെ എഫ്, ഇതാണ് അതിന്റെ പോൾ പി. ദിസ് ഈസ് എ കോൺകേവ് മിറർ. അപ്പൊ ഈ വശം ഒപ്പേക്ക് ആയിരിക്കും. ഇനി ഇവിടുന്ന് ഒരു ലൈറ്റ് റേ പാരലൽ ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇവിടെ ഇടിച്ചിട്ട് ഫോക്കസിലൂടെ കടന്നു പോകും. കണ്ടോ?
എവിടുന്ന് പാരലൽ ആയിട്ട് വരുന്ന റേ, പാരലൽ എന്ന് പറഞ്ഞാൽ അങ്ങ് അകലെ നല്ല ഇൻഫിനിറ്റി എന്ന് പറയും. ഇൻഫിനിറ്റി എന്ന് വരുന്ന റേസ് നമ്മുടെ മിററിൽ വീണതിന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു, അല്ലെങ്കിൽ ഒരു പോയിന്റിലൂടെ കടന്നു. ഇങ്ങനെ എവിടുന്ന് പാരലായിട്ട് വന്ന എല്ലാ റേസും ഇവിടുന്ന് ഒരെണ്ണം വന്നാൽ അതും ഇതേ വന്ന് ഇടിച്ചതിന് ശേഷം പ്രിൻസിപ്പൽ ഫോക്കസിലൂടെ കടന്നു. ഇങ്ങനെയുള്ള റേസ് എല്ലാം കൂടെയും റിഫ്ലക്ഷന് ശേഷം കടന്നു പോകുന്ന ഈ പോയിന്റിനെയാണ് നമ്മൾ ഒരു കോൺകേവ് മിററിന്റെ ഫോക്കസ് എന്ന് വിളിക്കുന്നത്. ബട്ട് ഇൻ ദ കേസ് ഓഫ് കോൺവെക്സ് മിറർ, ഇതുപോലെ തന്നെ മിറർ ഇതിന്റെ ഈ വശ റിഫ്ലക്ട്, ഇങ്ങനെയോ തിരിച്ചോ നിങ്ങൾക്ക് വരയ്ക്കാം. ഇവിടെയും അതുപോലെ തന്നെ ഇത് സെന്റർ ആയിട്ട് വരുന്ന ഒരു സി, ഒരു എഫ്, അതിലൂടെ കടന്നു പോകുന്ന ഒരു പ്രിൻസിപ്പൽ ആക്സിസ്. ഇനി എങ്ങനെയാന്ന് ചോദിച്ചാല് ഇവിടുന്ന് ഒരു ലൈറ്റ് റേ വന്ന് ഇതേ വീണ് കഴിഞ്ഞാല് ഇതേൽ ഇടിച്ചിട്ട് അത് അകന്നു പോകും. കണ്ടോ, ഇവിടെ വന്ന് ഇടിച്ചിട്ട് അകന്നു പോകും. പക്ഷേ അത് കൂട്ടി യോജിപ്പിച്ചാൽ അതൊരു പോയിന്റിൽ നിന്ന് വരുന്നതായിട്ട് തോന്നും, ഇമാജിനറി ആകും. അതാണ് കോൺവെക്സ് മിററിന്റെ ഫോക്കസ്. അപ്പൊ ഇത് അകന്നു പോവും അല്ലെ, ഡൈവേർജിങ് ലെൻസ്, ഡൈവേർജിങ് മിറർ. ഇതെല്ലാം ഒരു പോയിന്റിലോട്ട് വരും. ആ വാക്കിന്റെ അർത്ഥമാണ് കൺവേർജ് ചെയ്യുക. അതുകൊണ്ട് ഇതിനെ വിളിക്കുന്ന പേരാണ് കൺവേർജിങ് ലെൻസ്. അപ്പൊ അങ്ങനെയൊക്കെ ചോദിക്കാം, കൺവേർജിങ് മിറർ. എന്തുകൊണ്ടാണ് ഇതിനെ കൺവേർജിങ് മിറർ എന്ന് പറഞ്ഞാൽ ഈ ഫിഗർ വരച്ചൊക്കെ എഴുതിയാം. ഇനി ഇതിനെ നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ വേറൊരു ലൈൻ ഈ വശത്തുനിന്ന് വരയ്ക്കാം, ഇങ്ങോട്ട് വന്ന് വീണ് അതേൽ ഇടിച്ച് തിരിച്ച് ഇങ്ങോട്ട് പോരുന്നു. അത് നമ്മൾ അവിടുന്ന് എക്സ്ട്രാപൊളേറ്റ് ചെയ്ത് വരച്ചു കഴിഞ്ഞാൽ ഇതൊരു പോയിന്റിൽ നിന്ന് അകന്നു വരുന്നതായിട്ട് തോന്നും. ആ പോയിന്റ് നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രിൻസിപ്പൽ ഫോക്കസ് ഓഫ് എ കോൺവെക്സ്. ഇതും ഇൻഫിനിറ്റി എന്ന് വരുന്ന റേ ആണ് വരച്ചത്. അപ്പം ഇൻഫിനിറ്റി എന്ന് വരുന്ന ലൈറ്റുകൾ എപ്പോഴും എവിടെ വീഴും? കോൺകേവ് ആണേലും കോൺവെക്സൽ ആണേലും വസ്തുവിൽ നിന്ന് വരുന്ന റേ ഇസ് ഇറ്റ് കം ഫ്രം ഇൻഫിനിറ്റി. ഇൻഫിനിറ്റി എന്ന് വന്നു കഴിഞ്ഞാൽ അതിന്റെ ഇമേജ് എപ്പോഴും ഫോക്കസിലുണ്ടാകും. ഇമേജ് ഫോംഡ് at the focus if the light ray coming from infinity, if the light ray coming from അത് പ്രിൻസിപ്പൽ ഫോക്കസ് വരയ്ക്കുക ഏതിന്റെ, അത് ചോദിക്കാവുന്ന ചോദ്യമാണ്. അപ്പൊ ഇവിടെ വേണം നിങ്ങൾ രണ്ടെണ്ണയൊക്കെ വരച്ചോ കേട്ടോ. ഞാനിത് കൂടുതൽ വരച്ചാല് കൂടുതൽ എന്നാ പറയുന്നത് വൃത്തികേടായി പോകും. വന്ന് വേറെ റേ ഇടിച്ചാല് അത് ഇടിച്ച് തിരിച്ചു വരും. എന്നാൽ ഇവിടെ പറഞ്ഞ അതുപോലെ തന്നെ വരച്ചാല് ഇവിടെ വന്ന് ഇടിച്ചു കഴിഞ്ഞാല് അത് അവിടെ നിന്നോട്ട് തിരിച്ചു വരും. എത്ര എണ്ണം വേണമെങ്കിലും വരയ്ക്കാം, പക്ഷെ എല്ലാം ആ പോയിന്റിലൂടെ തന്നെ വരും. ചോദിച്ചോളൂ. ഈ പോയിന്റ് ഈസ് ദ പ്രിൻസിപ്പൽ ഫോക്കസ്. ഈ കോൺവെക്സ് മിററിന്റെ പ്രിൻസിപ്പൽ ഫോക്കസിൽ ഉണ്ടാകുമ്പോ പറയുന്ന മിററിന്റെ ബാക്ക് വശത്തായിട്ടാണ് ബാക്കിലാണ് ഇത് ഉണ്ടാകുന്നത്. നമ്മൾ നീട്ടി വരച്ചുണ്ടാകുവാണ്. ശരിക്കും അങ്ങനെ ഒരു പോയിന്റ് ഇല്ലല്ലേ അവിടെ. അതുകൊണ്ടാണ് ഇതൊരു ഇമാജിനറി ആണ്. അപ്പൊ റിയൽ ഇമേജ് നമുക്ക് കോൺവെക്സ് മിററിന് കിട്ടില്ല, വെർച്വൽ ഇമേജ് ആയിരിക്കും കിട്ടുന്നത്. or focus is a imaginary point from which all rays are started. അവിടുന്ന് എല്ലാ റേയും തുടങ്ങുന്ന പോലെ നമുക്ക് തോന്നും. ആ ഒരു പോയിന്റിനെ വിളിക്കുന്ന പേരാണ് അതിന്റെ ഫോക്കസ്. അത് അങ്ങനെയൊക്കെ ചോദിക്കാം. ഇതിന്റെ ഈ വശത്താണ്, ഇതിന്റെ ഇത് വരുന്ന അതേ ഡയറക്ഷനിലേക്ക് തിരിച്ചു വരും. സെയിം സൈഡ്, ഇത് ഓപ്പോസിറ്റ് സൈഡ്. സെയിം സൈഡ്
ഓപ്പോസിറ്റ് സൈഡ്. ഇത്രയും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കണം. സാറേ അപ്പൊ കോൺകേവ് മിററിൽ റേസ് വരുമ്പം പെർപെൻഡിക്കുലർ ആയിട്ട് വന്നാലേ ഫോക്കസിലൂടെ പോവുള്ളൂ. പെർപെൻഡിക്കുലർ ആയിട്ടും ഇൻഫിനിറ്റിന്നും വന്നാൽ മാത്രമേ ഫോക്കസിലൂടെ പോകും. അല്ലാത്ത കേസിൽ എല്ലാ ഇമേജ് നമ്മൾ വരയ്ക്കാൻ പോകുന്നുണ്ട്. സിക്കും എഫിനും ഇടയിലിടുന്ന, സിക്ക് അകലെ ഇരുന്ന എല്ലാം എവിടെയാണ് ഉണ്ടാകുന്നത് എന്നുള്ളത് നമുക്ക് എല്ലാ പടവും പഠിക്കുന്നതാണ്. ഇപ്പൊ ഫോക്കസ് എന്നാന്ന് പറയാൻ വേണ്ടി പറഞ്ഞാണ്, ഇൻഫിനിറ്റി എന്ന് വരുന്ന റേ മാത്രം ഇതിലേ കടന്നു പോകും, റിഫ്ലക്ട് ചെയ്തിട്ട് ഫോക്കസിലൂടെ കടന്നു പോകും. അതുകൊണ്ടാണ് ഇവിടെ ഇൻഫിനിറ്റി എന്ന് എഴുതിയത്, ഈ റേയുടെ അതേ കളറിൽ. The rays are coming from infinity. After the reflection, the ray started, or we can see that it is started from a single point, and that point is called focus. Here, after the reflection, the light ray coming from the infinity, and after the reflection, all the rays are passing or converging to a single point, that is called the focus of a concave mirror. രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് റിയൽ ആ പോയിന്റ്, റിയൽ ഇമേജ് ഇവിടെ കിട്ടും, റിയൽ ഇമേജ് കിട്ടും. ഇവിടെ പക്ഷെ വെർച്വൽ ഇമേജ് അല്ലെ ഇമാജിനറി ആയിരിക്കും കിട്ടും. അവിടുന്ന് അകന്നു പോകുന്നതായിട്ട് പോകും. ക്ലിയർ ആയോ? ഔട്ട്സ് ഉണ്ടെ ചോദിച്ച് ക്ലിയർ ചെയ്യണം. ഓക്കെ, എന്നാല് രണ്ടും വരച്ച് വൃത്തിയാക്കി എഴുതി. നമുക്ക് വി കാൻ ടു ഫൈൻഡ് ഔട്ട് ദ ഫോക്കൽ ലെങ്ത് അല്ലേ. ഒരു ലെൻസ് ഒക്കെ തന്നു കഴിഞ്ഞാൽ അതിന്റെ ഫോക്കൽ ലെങ്ത് എല്ലാം നമുക്ക് കണ്ടുപിടിക്കും. അപ്പം അതിന് വേണ്ട 2-3 ക്വാണ്ടിറ്റി. ഇപ്പം ഇവിടെയാണ് നമ്മൾ ലെൻസ് ഇരിക്കുന്നത്. ഇത് ലെൻസാണ്, കോൺകേവ് ലെൻസ് വരച്ചാണ്. നടുക്കോടെ പ്രിൻസിപ്പൽ ആക്സിസ് പോകുന്നു. ഇതതിന്റെ എഫ്, ഇതതിന്റെ സി. ഇവിടം വരെയുള്ള ദൂരം ഏതാണ്? ഈ ദൂരത്തിന് എന്നാ പറയണേ? ഈ ദൂരം എന്നതാടോ? സ്മോൾ എഫ്, ഫോക്കൽ ലെങ്ത്, പോള് മുതൽ. ഈ ദൂരം എന്നാണ്? ക്യാപിറ്റൽ ആർ, അല്ലെങ്കിൽ 2 times ഓഫ് ഫോക്കൽ ലെങ്ത്. ശരിയല്ലേ? ഇനി എങ്ങനെ ഒരു ഇമേജ് ഉണ്ടാവും എന്ന് ചോദിച്ചാല്, ഇപ്പൊ ഇവിടെ ഒരു ഒബ്ജക്റ്റ് ഇരിക്കുകയാണ്. ഇമേജ് ഉണ്ടാകാൻ വരയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചോണം. ആദ്യം ഒരു റേ ഇവിടുന്ന് നേരെ ഇങ്ങ് വരയ്ക്കുക. ഇതേ ഇടിച്ചതിന് ശേഷം അത് എഫിലൂടെ കടന്നു, അല്ലെങ്കിൽ എഫിലൂടെ വരച്ച് വേണ്ട, ഇങ്ങനെ വരച്ചാലും മതി. എഫിലൂടെ കടന്നു. രണ്ടാമതൊരു റേ നമ്മള് സിയിലൂടെ കടന്നു പോകുന്നതായിട്ട് വരയ്ക്കും. ഇപ്പൊ എങ്ങനെ കടന്നു പോകും? ഇവിടുന്ന് ഇങ്ങനെ സിയിലൂടെ ഇങ്ങനെ കടന്നു പോകും. സിയിലൂടെ കടന്നു പോകുന്നത് സിയിലൂടെ തന്നെ തിരിച്ചു വരും. ഞാൻ എന്നാക്കിയാ പറഞ്ഞേ? കുറച്ച് വലുതാക്കി വരയ്ക്കണം ഇത്. നിങ്ങൾക്ക് ഐഡിയ കിട്ടിയല്ല നന്നായിട്ട്. എന്നുവെച്ചാല് നിങ്ങളിപ്പം ആരെങ്കിലും പഠിപ്പിക്കും, വാട്സപ്പോ അല്ല അങ്ങനെ വല്ല പടം വല്ലതും തന്നാൽ നന്നായിട്ട് മനസ്സിലാവും. ഇതാണ് നമ്മളുടെ കോൺകേവ് മിറർ. അതിനകത്ത് പേജ് നമ്പർ 85 കൊടുത്തിരിക്കുന്ന പടത്തിലെ 2 പോയിന്റ് എഫിലൂടെയാണ് കടത്തി വിട്ടിരിക്കുന്നത്. അങ്ങനെയല്ല വരയ്ക്കേണ്ടത്, ആണ് ഞാൻ വരച്ച് കാണിക്കാൻ. പക്ഷെ പേജ് നമ്പർ 87 പെർഫെക്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മളുടെ കോൺകേവ് മിറർ. ഇനി അതിന് നടുക്കോടെ കടന്നു പോകുന്ന ഇത് അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ്, ഇത് അതിന്റെ എഫ്, ഇത് അതിന്റെ സി. ഇനി ഇവിടെയാണ് നമ്മുടെ ഒബ്ജക്റ്റ് ഇരിക്കുന്നതെങ്കിൽ ഒബ്ജക്റ്റിന് എങ്ങനെ വരയ്ക്കണം? വായ്ത്തറയെ എങ്ങനെ വരയ്ക്കണം എന്ന് പറഞ്ഞേ? നേരെ സ്ട്രെയിറ്റ് ആയിട്ട് നമ്മുടെ മിററിലോട്ട് വരയ്ക്കണം. അവിടുന്ന് ഇടിച്ച് അത് ഫോക്കസിലൂടെ കടന്നു പോണ പോലെ വരയ്ക്കണം. ഇപ്പൊ നമ്മുടെ റേ നേരെ വന്നിട്ട് മിററിൽ വന്ന് ഇടിച്ച് എഫിലൂടെ കടന്നു. അങ്ങനെ വേണം ഫസ്റ്റ് റേ വരയ്ക്കാൻ. ഓക്കെ, അപ്പൊ ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയി വന്ന് വീഴുന്ന ഇതിലെ എപ്പോഴും കടന്നു പോകും, ഫോക്കസിലൂടെ കടന്നു പോകും. പിന്നെ ഞാൻ മുമ്പേ പറഞ്ഞു ഓർണം,
സിയിലൂടെ ഒരെണ്ണം വന്നാലോ അത് സിയിലൂടെ തന്നെ പോരും. ഇവിടുന്ന് ഇങ്ങോട്ട് വന്ന് ഇവിടെ വന്ന് ഇടിച്ചേച്ച് ഇതിലെ തിരിച്ചു വന്നു. അപ്പൊ ഇത് രണ്ടും കൂടെ എന്താ അവിടെ ഒരു പോയിന്റ് കോയിൻസൈഡ് ചെയ്യും. അപ്പൊ ഇവിടെയാണ് നമ്മളുടെ ഇമേജ് ഉണ്ടാകുന്നത്. ആ ഇമേജ് തലതിരിഞ്ഞാ ഉണ്ടാകുന്നത്. കണ്ടോ അതിന്റെ പ്രത്യേകത എന്നാക്കിയാണ്? തലതിരിഞ്ഞ്. ഇത് റിയൽ ഇമേജാ. കോൺകേവിന് പറഞ്ഞ റിയൽ ഇമേജ് ആണ്, സ്മോൾ ആണ്. തലതിരിഞ്ഞെന്ന് പറയുമ്പം ഇൻവേർട്ടഡ് ഇമേജ് ആണ്. ഇനി ഒബ്ജക്റ്റിൽ നിന്ന് പോളിലേക്കുള്ള ഡിസ്റ്റൻസ് യു, അതായത് യു ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം എന്ന് എഴുതാം, ഒബ്ജക്റ്റ് ടു പോൾ. വി ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം ഇമേജ് ടു പോൾ. And F is the distance from focus to pole, then the mirror equation വളരെ എളുപ്പമാണ്. 1/f equal to 1/u plus 1/v. ഇത് മൈനസ് ആകും, ലെൻസിന്റെ കാര്യം. അതാ ഞാൻ പറഞ്ഞത്, തെറ്റിച്ച് കളയില്ല. മിറർ ആകുമ്പോൾ രണ്ടും കൂട്ടിയാൽ മതി. ഞാൻ നമുക്ക് എങ്ങനെ എഴുതാം? 1/f equal to എന്ന് ഗുണിച്ചാൽ u plus v എന്നിത് വരും, ഡിവൈഡ് ബൈ യു വി വരും. എഫ് ഈക്വൽ ടു തലതിരിച്ചിട്ടാൽ യു വി ബൈ യു പ്ലസ് വി. അല്ലെങ്കിൽ ഈ ഇക്വേഷൻ ഓർത്തിരിക്കുക, അല്ലെങ്കിൽ ദീസ് ഇക്വേഷൻ ഓർത്ത്. ഇതാണ് നമുക്ക് പ്രോബ്ലം ചെയ്യാൻ വേണ്ട ഇക്വേഷൻ. ഫോക്കൽ ലെങ്ത്, ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ്, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്, ദ റിലേഷൻ കണക്റ്റിംഗ്, ദാറ്റ് ഈസ് കോൾഡ് മിറർ ഫോർമുല. ക്ലിയർ ആയോ? ഫോക്കൽ ലെങ്തും യുവും വിയും കണക്ട് ചെയ്യുന്ന ഫോർമുല, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മിറർ ഫോർമുല. ഒരു പടം വരച്ചാൽ അത് വ്യക്തമായിട്ട് മനസ്സിലാവുള്ളൂ. ഇനി 3 രീതിയിൽ വരയ്ക്കും. ഇത് രണ്ടും വരച്ചാൽ മതി, എല്ലാവരും വരച്ച് വൃത്തികേടാക്കണ്ട. ക്ലിയർ അല്ലേ? ഇത് സംശയമൊന്നുമില്ലല്ലോ. എന്നെ റോസ്മേരി ക്ലിയർ അല്ലേ? വലുത് വരച്ചപ്പോ മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായി സർ. ഗുഡ്, താങ്ക് യു. വരച്ചോ, എഴുതി. വരച്ച് കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പുസ്തകത്തെ കിടക്കുക കാണുമ്പോൾ നിങ്ങൾ ഇത് എന്നാന്നോർത്ത് കൺഫ്യൂസ് ആവും. അപ്പൊ നിങ്ങൾ നോക്കിക്കോളൂ, പേജ് നമ്പർ 87 കിടക്കുന്ന പടം വരച്ചാണ് ഞാൻ. അതിനകത്ത് പി എ പോയി ഇടിച്ചു എന്നെ വേറൊരു വരയ്ക്കുന്നുണ്ട്, ഒരാവശ്യമില്ല. ഏതെങ്കിലും 2 വര വെട്ടിയാൽ മതി നമുക്കൊരു ഇമേജ് കംപ്ലീറ്റ് ചെയ്യാനേ. ഒന്നെങ്കിൽ നേരെ വീഴ്ത്തി ഫോക്കസിലൂടെ കടത്തു പോവുക, അല്ലെ സിയിലൂടെ വീഴ്ത്തി സിയിലൂടെ തിരിച്ചു വരിക, അല്ലെങ്കിൽ പോളിലോട്ട് എത്ര ആംഗിൾ വീഴുന്നോ അത്ര ആംഗിളില് പോളിൽ നിന്ന് തിരിച്ച് റിഫ്ലക്ട് ചെയ്യിപ്പിക്കുക. ഇതെല്ലാം കോയിൻസൈഡ് ചെയ്യുന്ന ഒരു പോയിന്റ് ആയിരിക്കും, ടു എ സിംഗിൾ പോയിന്റ്. ദാറ്റ് ഈസ് ദ പോയിന്റ് ഓഫ് ഇമേജ്. ക്ലിയർ അല്ലേ? ഞാൻ ഇതും വരച്ചേ, ടെക്സ്റ്റ് ഇതും കിടന്നേ, അത്രേ ഉള്ളൂ. 3ഉം വരയ്ക്കാൻ പഠിച്ചാൽ വളരെ എളുപ്പം. ഏത് രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ക്ലിയർ? ക്ലിയർ നാ? യു 25, വി 60 എന്നാ എഫ് എത്രയാ? കണ്ടുപിടിച്ചു. എങ്ങനെ ചെയ്യും? 1/f equal to 1/u plus 1/v. അല്ലെങ്കിൽ അവസാനത്തെ ഇക്വേഷൻ എടുക്കാം. f equal to uv by u plus v. That's equal to 25 into 60 divided by u plus v. 25 plus 60. എനിക്ക് തോന്നണോ എഫ് 17.64 കിട്ടുന്നുണ്ടോ നോക്കാവോ? എല്ലാം സെന്റിമീറ്ററിലാണെങ്കിൽ അതും സെന്റിമീറ്റർ. അതിന് യുവും വിയും തന്നിരിക്കുന്നു, എഫ് കണ്ടുപിടിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 2, യു 25 സെന്റിമീറ്റർ, വി 60 സെന്റിമീറ്റർ. ക്വസ്റ്റ്യൻ 3, സാറേ രണ്ടാമത്തെ ഇപ്പൊ തന്നെ 25 60 അല്ലേ? ഇത് 30 60. ഓക്കെ. ക്വസ്റ്റ്യൻ നമ്പർ 3, യു 40, വി 40. സർ ഫസ്റ്റിന് ഡിസ്റ്റൻസ് ടു ദി ഇമേജ് പറഞ്ഞ ഒന്നും കൂടെ പറയാമോ?
ഏതാ ഫസ്റ്റിന്റെ? ഡിസ്റ്റൻസ് ടു ദി ഇമേജ്. അതാണ് യു എന്ന് പറയണ 30, ഒബ്ജക്റ്റിലേക്കുള്ള. ഇമേജിലേക്കുള്ളത് 60. രണ്ടാമത്തെ ചോദ്യത്തിന് 40, 40. ഓ 30, 60 വരി. 30, 50 കേട്ടോ. സോ ഇത് 30, 50 എഴുതി കേട്ടോ. 30, 50 കിട്ടിയോ? യു 30 സെന്റിമീറ്റർ, ആ സാർ. വി 50 സെന്റിമീറ്റർ. ഇവിടെ യു 40 സെന്റിമീറ്റർ, വി 40 സെന്റിമീറ്റർ. These are the questions. എല്ലാത്തിന്റെയും എഫ് കണ്ടുപിടിക്കും.